ഈ ബൈബിൾ സ്റ്റഡിയുടെ 4-ാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. പട്ടണത്തിലേക്ക് ആര് വന്നാലും ഈ മൂപ്പന്മാരെ കണ്ടിട്ടേ പോകാൻ പറ്റൂ. പട്ടണത്തിൽ സ്ഥിരമായി വസിക്കുന്നവരാണെങ്കിൽ അവർക്ക് അവരെ വന്ദനം ചെയ്തത് കടന്നു പോകാം. എന്നാൽ പട്ടണത്തിലേക്ക് പുതുതായി വന്ന ആൾക്കാരാണെങ്കിൽ ഈ മൂപ്പന്മാരെ കണ്ട് കാര്യം പറഞ്ഞ് അനുവാദം വാങ്ങിയിട്ട് വേണം അകത്തേക്ക് കടക്കാൻ. സോദോമിലേക്ക് 2 ദൈവദൂതന്മാർ കടന്നു വരുന്നു. അപ്പോൾ ലോത്ത് പട്ടണവാതിക്കൽ ഇരിക്കുകയാണ്. കാരണം ലോത്ത് ഒരു പണക്കാരനാണ്. അതുകൊണ്ട് തന്നെ പട്ടണത്തിലെ പ്രമാണിയായി മാറിക്കഴിഞ്ഞിരുന്നു. മൂപ്പന്മാരോടൊപ്പം അവൻ അവിടെ ഇരിക്കുകയാണ്. പിന്നീട് നാം ആ കഥയിൽ കാണുന്നുണ്ട്, ആ ദേശക്കാർ ഇവനെ കുറിച്ച് പറയുന്നു, നീ ഒരുത്തം പരദേശിയായി വന്ന് പാർക്കുന്നു, ഞങ്ങളെ ന്യായം വിധിക്കാനും ഭാവിക്കുന്നു. അപ്പോൾ ന്യായം വിധിക്കുന്ന മൂപ്പന്മാരിൽ ഒരുവൻ എന്ന നിലയിലേക്ക് ഇവൻ വളർന്നു കഴിഞ്ഞിരുന്നു. അത് അവിടുത്തുകാർക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. എങ്കിലും കാശുള്ളവനായതുകൊണ്ട് എതിർത്തൊന്നും പറയാതിരിക്കുകയായിരുന്നു. അപ്പോൾ പട്ടണവാതിക്കലേക്ക് ഈ ദൂതന്മാർ കടന്നു വന്നപ്പോൾ ലോത്തിന് എന്തോ ഒരു പ്രത്യേകത തോന്നുകയും അവരെ കൂട്ടിക്കൊണ്ട് തന്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. നമുക്ക് രൂത്തിന്റെ പുസ്തകത്തിൽ ഇതിനോട് സമാനമായ മറ്റൊരു ഭാഗം കാണാവുന്നതാണ്. രൂത്തിനെ വിവാഹം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായപ്പോൾ ബോവസെ പട്ടണവാതിക്കൽ മൂപ്പന്മാരുടെ അടുത്തേക്കാണ് കടന്നു ചെന്നത്. കാരണം ആ നാട്ടിലെ രീതി അതായിരുന്നു. ന്യായപ്രമാണത്തിൽ പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ തീനിയും കുടിയനുമായ ഒരു മകനുണ്ടെങ്കിൽ അമ്മയപ്പന്മാർ അവനെ പിടിച്ച് പട്ടണവാതിക്കൽ മൂപ്പന്മാരുടെ അടുക്കൽ കൊണ്ടുചെല്ലണം. ഈ എന്റെ മകൻ തീനിയും കുടിയനുമാണ് എന്ന് അവരോട് കാര്യം പറയണം. അത് കഴിഞ്ഞ് പട്ടണവാതിക്കലെ മൂപ്പന്മാരുടെ ഉത്തരവനുസരിച്ച് അവനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കല്ലെറിഞ്ഞു കൊല്ലാൻ വിധിക്കാൻ, അതായത് വധശിക്ഷ വിധിക്കാൻ വരെ അധികാരമുള്ള ഒരു കോടതിയായിരുന്നു പട്ടണവാതിക്കലെ മൂപ്പന്മാരുടെ കോടതി എന്ന് പറയുന്നത്. അത്രമാത്രം പ്രാധാന്യമുള്ള കാര്യമാണ് പട്ടണവാതിൽ അല്ലെങ്കിൽ പട്ടണവാതിക്കലുള്ളതായ ആ മൂപ്പന്മാരുടെ കോടതി. ഇനിയും നാം ചിന്തിച്ചു വരുന്ന ഭാഗത്തേക്ക് വരാം. പാതാളം എന്ന് പറയുന്നത് സാത്താന്റെ പ്രതീകമാണ്. പാതാളത്തിന്റെ ഗേറ്റ് എന്ന് പറഞ്ഞാൽ സാത്താന്റെ രാജ്യത്തേക്കുള്ള പ്രവേശന കവാടം എന്ന് പറയാം. അല്ലെ പാതാള ഗോപുരം എന്ന് പറഞ്ഞാലും അതേ അർത്ഥം തന്നെയാണ്. ഈ ഗോപുരത്തിങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നാം കണ്ടു കഴിഞ്ഞതുപോലെ ഗോപുരത്തിന്റെ മുകളിൽ കാവൽക്കാരൻ നിൽക്കുന്നു. അവൻ നോക്കിയപ്പോൾ അതാ 100 മൈൽ അകലെ നിന്ന് ഒരു പട വരുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ അവന് മനസ്സിലായി ഈ വരുന്നത് ശത്രു സൈന്യമാണ്. ഉടനെ അവൻ അവിടെ നിന്ന് വിളിച്ച് താഴോട്ട് വിളിച്ചു പറഞ്ഞു, ഇതാ ഞാൻ 100 മൈൽ അകലെ ഒരു പട വരുന്നത് കാണുന്നു. അവർ നമ്മളെ ആക്രമിക്കാനായിട്ട് വരികയാണ്. ഉടനെ താഴെയുള്ളതായ മൂപ്പന്മാർ അവനോട് വിളിച്ചു ചോദിച്ചു, അവരെത്ര പേര് കാണും? അവൻ ഏകദേശം ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഒരു 10,000 പേര് കാണും. ഉടനെ പട്ടണവാതിക്കലെ മൂപ്പന്മാരെല്ലാം കൂടി ആലോചിച്ചു, നമ്മുടെ ഈ ദേശത്തെ യുദ്ധം ചെയ്യാൻ പ്രാപ്തിയുള്ള എത്ര പേരുണ്ട്? കണക്ക് നോക്കിയപ്പോൾ 5000 പേരേ ഉള്ളൂ. ഈ 5000 പേരെ 10,000 പേരോട് യുദ്ധം ചെയ്താൽ ജയിക്കയില്ല. ഉടനെ ഇവർ ആലോചനയായി എന്ത് ചെയ്യണം? കുറെ പേര് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, വെള്ളക്കൊടിയുമായിട്ട് അങ്ങോട്ട് ചെന്നങ്ങ് കീഴടങ്ങാം, അവരുമായിട്ട് എന്നിട്ട് ഒരു ഒത്തുതീർപ്പുണ്ടാക്കി കുറച്ച് പണമൊക്കെ കൊടുത്ത് വിടാം. വേറെ കുറെ പേര് പറഞ്ഞു, അങ്ങനെ വേണ്ട, നമ്മൾ നേരിട്ട് എന്ന് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കാൻ ശ്രമിക്കാം. അഥവാ അവർ നമ്മളെ തോൽപ്പിച്ചെങ്കിൽ തോക്കട്ടെ, എന്നാലും ഒളിച്ചോടുന്നതൊന്നും ശരിയായ നടപടിയല്ല. ഉടനെ വേറെ കുറെ പേര് പറഞ്ഞു, മറ്റൊരു മാർഗം പറയാം, നമ്മൾ 3 ഗ്രൂപ്പായിട്ട് തിരിയണം. ഒരു 3000 പേര് അവരുടെ നേരെ ചെല്ലണം, 1000 പേര് ഒരു വശത്തൂടെ ചെന്ന് അവരുടെ പുറയിലാകണം, വേറൊരു 1000 പേര് മറ്റൊരു വശത്തൂടെ ചെന്ന് അവരുടെ പുറയിലാകണം. 3000 പേര് മുമ്പിൽ നിൽക്കുന്ന കാണുമ്പോൾ അവരെല്ലാം സന്തോഷത്തോടെ ഇവരെ വെട്ടാനായിട്ട് ഓടും. അപ്പോൾ 3000 പേർക്ക് ഓടാം. അവരെങ്ങനെ ഓടിക്കഴിയുമ്പോൾ പുറകിലുള്ളതായ 2000 പേരെ പുറകുവശം തൊട്ട് വെട്ടിവരിക. ഓട്ടത്തിനിടയ്ക്ക് പുറകിൽ വെട്ടു നടക്കുന്ന കാര്യം ശത്രു അറിയാറില്ല. പുറകിൽ നിന്ന് വെട്ടുവരുന്നത് കൊണ്ട് പലരും കാണുകയുമില്ല. കൂടുതൽ ആളുകളെ അങ്ങനെ കൊല്ലാൻ കഴിയും. കുറച്ചങ്ങനെ ഓടിക്കഴിയുമ്പോൾ ഈ 3000 പേരൂടെ തിരിഞ്ഞ് ഇന്ന് യുദ്ധം ചെയ്യണം. അപ്പോൾ ശത്രുക്കളിൽ ഒത്തിരി ചത്തു കഴിഞ്ഞിരിക്കും. മാത്രമല്ല, ഈ 5000 പേരുടെ ഇടയിൽ പെട്ടുപോയി ശത്രു. അവര് നടുക്കാണ്. ഇസ്രായേൽ ജനം അതിന് ചുറ്റുമാണ്. അങ്ങനെ വരുമ്പോൾ ശത്രുവിനെ തോൽപ്പിക്കാൻ എളുപ്പമാണ്. അങ്ങനെ ഒരു പദ്ധതി മറ്റൊരാൾ പറയും. ചുരുക്കത്തിൽ ഈ വിഷയങ്ങളെല്ലാം ഇവർ നന്നായി ഡിസ്കസ് ചെയ്തിട്ട് ഒടുവിലൊരു തീരുമാനത്തിലെത്തും. എന്നാൽ നമുക്ക് ഈ 5000 പേര് അവിടെ പോയി ഇങ്ങനെ യുദ്ധം ചെയ്യാം, 3000 നേരെ ചെല്ലട്ടെ, 2000 രണ്ട് സൈഡിലായിട്ട് പോകട്ടെ, അങ്ങനെ അവരെ നമുക്ക് തോൽപ്പിക്കാം. ഈ രൂപത്തിലൊരു തീരുമാനം അവസാനം എടുക്കും. ഞാൻ പറഞ്ഞു വന്നതിന് ചുരുക്കം ഇതാണ്. ശത്രു വരുന്നു എന്ന് മുൻകൂട്ടി അറിയുമ്പോൾ പട്ടണത്തിലെ മൂപ്പന്മാരെല്ലാം കൂടി ആലോചിച്ച് ഏത് വിധത്തിലാണ് ശത്രുവിനെ നേരിടേണ്ടത് എന്ന് തീരുമാനിക്കും. അപ്പോൾ പട്ടണവാതിൽ എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? മൂപ്പന്മാർ ഇരുന്ന് ആ പട്ടണത്തിന്റെ യുദ്ധതന്ത്രങ്ങളൊക്കെ ആലോചിച്ച് തീരുമാനിക്കുകയും ആ പട്ടണത്തിന് ശത്രുക്കളെ തോൽപ്പിക്കാൻ വേണ്ടി
ഉപയോഗിക്കേണ്ട തന്ത്രങ്ങൾ മെനയുകയും ചെയ്യുന്ന സ്ഥലമാണ്. പാതാള ഗോപുരം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. പാതാളം എന്ന് പറയുന്നത് സാത്താന്റെ പ്രതീകമാണ്. സാത്താൻ ഒരു പട്ടണമുണ്ടെങ്കിൽ ആ പട്ടണത്തെ കുറിച്ച് അതിനെ പാതാളം എന്ന് വിളിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ്, അതിന്റെ ഗോപുരം അല്ലെങ്കിൽ അതിന്റെ ഗേറ്റ് എന്ന് പറഞ്ഞാൽ സാത്താന്റെ ആലോചന സഭ എന്ന് ചുരുക്കം. സാത്താന്റെ ശത്രുവായ ദൈവം, ആ ദൈവം ഉണ്ടാക്കിയതായ സഭ, ദൈവത്തിന്റെ സഭ. ദൈവത്തിന്റെ സഭയെ എങ്ങനെ തകർക്കണമെന്ന് സാത്താൻ പദ്ധതി ഇടുന്നത് ഈ പട്ടണവാതിക്കൽ ഇരുന്നു കൊണ്ടാണ് എന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. സാത്താൻ ഒരു രാജ്യമുണ്ട്. കർത്താവ് പറഞ്ഞു, ഇതാ ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവരുമായി എനിക്കൊരു കാര്യവുമില്ല. അതുപോലെ യേശു ഭൂതങ്ങളെ പുറത്താക്കുന്നത് ബേൽസെബൂലിനെ കൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഒരു രാജ്യവും തന്നിൽ തന്നെ ഛിദ്രിച്ചാൽ അത് നിലനിൽക്കുകയില്ല. സാത്താൻ തന്നിൽ തന്നെ ഛിദ്രിച്ചാൽ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? അപ്പോൾ സാത്താൻ ഒരു രാജ്യമുണ്ട് എന്ന് കർത്താവ് അവിടെ സൂചിപ്പിക്കുകയാണ്. ആ രാജ്യത്തെയാണ് കർത്താവ് ഇവിടെ പാതാളമെന്ന് പ്രതീകാത്മകമായി വിളിക്കുന്നത്. ആ പാതാളത്തിന്റെ ഗേറ്റ്, പാതാളത്തിന്റെ ഗോപുരം എന്ന് പറയുമ്പോൾ സാത്താന്റെ ആലോചന സഭയാണ്. പലർക്കും ഈ വിഷയത്തിൽ ഒരു സംശയം തോന്നാം, സാത്താന് ഇപ്രകാരം ഒരാലോചന സഭയുണ്ടോ എന്ന്. നമുക്ക് സാത്താനെ കുറിച്ച് കുറെ തെറ്റിദ്ധാരണകളുണ്ട്. സാത്താൻ എന്ന് പറഞ്ഞാൽ കറുത്ത ഒരു രൂപം, കൊമ്പും വാലും ഒക്കെ വെച്ചിങ്ങനെ നടക്കുകയാണ് എന്നാണ് നമ്മുടെ ചിന്ത. സാത്താന് കൊമ്പുണ്ടോ വാലുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ദൈവവചനത്തിൽ അങ്ങനെ പറയുന്നില്ല. അവൻ കറുത്തതാണോ എന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവവചനം അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. പക്ഷേ അവൻ ദൈവദൂതനായിരുന്നു, സൗന്ദര്യ സമ്പൂർണനായിരുന്നു എന്നൊക്കെ സൂചനകൾ ദൈവവചനത്തിൽ നിന്ന് കാണാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഇവൻ സുന്ദരനായിരിക്കാനാണ് സാധ്യത. തൽക്കാലം നമുക്ക് അവന്റെ സൗന്ദര്യത്തെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. വിരൂപനോ സുന്ദരനോ എന്തെങ്കിലും ആകട്ടെ, സാത്താൻ എന്ന് പറഞ്ഞാൽ അവനൊരു ദൈവദൂതൻ മാത്രമായിരുന്നു. ദൈവത്തിനുള്ള കഴിവുകളൊന്നും അവനില്ല. ദൈവവും ദൈവദൂതനും തമ്മിൽ പല വ്യത്യാസങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, ദൈവം സർവ്വവ്യാപിയാണ്, സാത്താൻ സർവ്വവ്യാപി അല്ല എന്നതാണ്. കർത്താവ് പറഞ്ഞു, 2 or 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യത്തിലുണ്ട് എന്ന്. എന്നാൽ സാത്താൻ അങ്ങനെ പറയുവാൻ സാധ്യമല്ല. സാത്താനോട് കർത്താവ് ചോദിക്കുന്നു, നീ എവിടെ നിന്ന് വരുന്നു? ഉടനെ സാത്താൻ പറയുന്നു, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു. എന്തുകൊണ്ടാണ് സാത്താൻ ഈ ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കേണ്ട ആവശ്യം വന്നത്? ഈ ബൈബിൾ സ്റ്റഡിയുടെ 4ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു.